നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനാണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്താണ്? അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ്? ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? ഒരു യൂണിയൻ പോസിബിൾ ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ലോസ് ഫീലിങ്സ് തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറേയൊക്കെ ഒരു ഈഗോ ഉള്ള തരത്തിലുള്ള അങ്ങനെ ഒരു, അതായത് ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് പല കാര്യങ്ങളിലും നിങ്ങൾ സംസാരിക്കുന്ന ഇടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പല കാര്യത്തിലും നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പല കാരണങ്ങളിലും, അതായത് അവരുടെ ഭാഗത്ത് ന്യായമില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും അവർ പലപ്പോഴും അവർ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ അവർ പറയുന്ന ഭാഗത്താണ് എപ്പോഴും ശരികളുള്ളത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്ന അത്തരം ഒരു ക്യാരക്ടർ ആയിരുന്നു പലപ്പോഴും. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് തെറ്റുകൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് മാറിയതായിട്ടില്ല, അവരുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കൂടുതൽ പേരും ചിലപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് വാല്യൂ കൊടുക്കാനും അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് നിങ്ങളായിട്ട് ഒരുപാട് തവണ ഈ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊടുക്കാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളാണ് കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഒരു ചേസ് ചെയ്യുന്നതായിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി മൂവ് ഓൺ ആവുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അഗ്രസീവായിട്ട് എല്ലാ കാര്യത്തിലും വാശി പിടിക്കുന്ന, എല്ലാ കാര്യവും താൻ പറയുന്നതാണ് ശരിയെന്ന് അങ്ങനെ കരുതിയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം നിങ്ങളുടെ വ്യക്തി. സോ എന്ത് പറഞ്ഞാലും തൻ്റെ ഭാഗത്താണ് ന്യായം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നീ ആവണം, അല്ലെ ഒരു കംപ്ലീറ്റ്ലി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതല്ല, എന്നാലും അവരുടെ ഭാഗത്താണ് പല കാര്യത്തിലും നിങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് അവർക്ക് സമർത്ഥിക്കാനായിട്ട് എളുപ്പമുണ്ട്. അതായത് നിങ്ങളെ കൺവിൻസ് ചെയ്യിച്ച് നിങ്ങൾക്കൊരു ആൻസർ തരുമ്പോൾ ഇന്ന കാര്യമാണ് എന്ന രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അതിന് എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടാത്ത രീതിയിൽ അവർക്ക് സമർത്ഥിക്കാനായിട്ട് അറിയാം. അത്തരം ഒരു ബോൾഡ് ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല രീതിയിലുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കാം. മേ ബി ചിലരെങ്കിലും ഒരു സെപ്പറേഷനിൽ വന്നത് പോലും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒരു ക്ലാരിഫൈ ചെയ്യാണ്ട് തന്നെ അവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ അവർ സമർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. കുറച്ച് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഈഗോ ഒക്കെ ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിച്ചതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി അവർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലായിക്കോട്ടെ, അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെ തന്നെ അവർ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തിയിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. സോ ഈ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ അതിലുപരിയായിട്ടൊരു കാര്യം, ഒരുപാട് ഇഷ്ടം അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഈസോസ് വാട്സിൻ്റെ എനർജി ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ ഓർമ്മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നല്ല നല്ല മൊമെൻറ്റ്സുകൾ അവർ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരു വാല്യൂ കൊടുക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അവർ ഓർക്കുമ്പോൾ അതൊക്കെ എത്രത്തോളം പ്രീഷ്യസ് ആയിരുന്നു, എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകളിൽ ഒരുപാട് സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് ഈ ഒരു സമയത്ത്.
ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ യെസ് അതെ. പക്ഷെ പഴയതുപോലൊരു കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രോങ് ആയിട്ടില്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലൊരു എനർജി ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഇതെന്താണ് പഴയതുപോലെ അല്ലല്ലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഇവിടെ ഒരു ഒരു മാറ്റം പുതിയൊരു അതായത് ഒരു ചേഞ്ച് കാണുന്നുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്താൻ പോകുന്നു. അത്തരം ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് ഇവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. നിങ്ങൾക്കും മേ ബി അങ്ങനെ ആയിരിക്കാം. എന്നിരുന്നാലും കുറേ പേരെങ്കിലും നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് വേണ്ടതും. ചേസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ചേസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചേസിംഗ് ഒക്കെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഡിവൈൻ ടൈം ആണ് ഈ ഒരു സമയം എന്നുള്ള അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതുവരെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാമുള്ള രീതിയിൽ നിങ്ങൾ നിർത്തി പോവാണ്ടിരിക്കുക. സോ ഇതൊരു ഡിവൈൻ ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ സ്പിരിച്വലി ഒക്കെ മൂവ് ഓൺ, സ്പിരിച്വൽ അവാക്കനിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു പ്രാർത്ഥനകളുടെ ഒക്കെ ഫലം വന്നോണം ഒരു ചേഞ്ച് വരാനുള്ള ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിർത്തണ്ട. അതുപോലെ തന്നെ ഈസ് ഓഫ് വൺസിൻ്റെ എനർജി ആണെങ്കിലും പറയും നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഈസ് ഓഫ് വൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈസ് ഓഫ് വൺസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളെ ഓർക്കാണ്ടിരിക്കാൻ അവർ ശ്രമിക്കാറില്ല എന്നാണ് ഇവിടെ മനസ്സിലായത്. എന്നിരുന്നാൽ കൂടി പല കാര്യത്തിൽ അവർ എൻഗേജ്ഡ് ആവാൻ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഫോക്കസ് ചെയ്ത് അതൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ചിലപ്പോൾ അവരുടെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അവർ 110% ഇട്ട് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്ത് പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും അതിലൊക്കെ തന്നെ ഫോക്കസ് ആവുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അത്തരത്തിലുള്ള പല രീതിയിലുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് യൂണിവേഴ്സായിട്ട് തന്നെ ഡിവൈനായിട്ട് തന്നെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കാം. നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫലം എന്നോണം അവർക്കൊരു മനസ്സിനൊരു ചേഞ്ച് വരാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതലായി ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വന്ന് അങ്ങനെ പോയപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നിരിക്കാം. എന്താണ് റീസൺ എന്ന് പോലും പെട്ടെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കംപ്ലീറ്റ്ലി കിട്ടാത്ത രീതിയിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇത്രത്തോളം ഒരു അകന്നു പോകാനുള്ള ഒരു കാര്യം എന്താണ് എന്നൊക്കെ തന്നെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങളെക്കുറിച്ചുള്ളത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നിലും തന്നെ ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ വർക്കിൽ പോലും അല്ലെങ്കിൽ അവർ 100% കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ പോലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അവർ ആ ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് ഓർത്ത് അവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ ഈ ഒരു ചിലപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. വലിയ കാര്യമായിട്ട് ഒരുപാട് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന് പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. ചിലർക്കെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എപ്പോഴെപ്പോഴും വഴക്കുകളോ ഒന്നും ഇല്ലാണ്ടിരുന്ന് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും പെട്ടെന്നാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത് നിങ്ങളെ ഒരുപാട് ഇത് തളർത്തിയിട്ടുണ്ട്. സോ ഒരു റീസൺ പോലെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്നുള്ള ഒരു റീസൺ, പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രത്തോളം ഒരു വിഷമമാണ് നിങ്ങൾക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ ഇരിക്കുന്ന അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഈസ് ഓഫ് കപ്സിൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഓവർഫ്ലോ ചെയ്യണ മാതിരി അത്രയും അധികം സ്നേഹം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുണ്ട്. കാരണം ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണോ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയത് ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണോ മാറി നിന്നത് ആ ഒരു കാര്യത്തിലൊന്നും തന്നെ ചിലപ്പോൾ അവരവരുടെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ടായിരിക്കാം പോയത്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ കാര്യത്തിനൊരു നിങ്ങളുടെ കാര്യം പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ചിട്ട് അവർ അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മാറിയത്. എന്ത് തന്നെ ആണെങ്കിലും ആ ഒരു മൊമെന്റ് തൊട്ട് നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. ഒന്നും തന്നെ ഒരു സെപ്പറേഷനും തന്നെ നിങ്ങളെ അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കാൻ സാധിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നൊരു സമയമാണിത്.